നമസ്തേ, ഗുഡ് ഈവനിങ് മാത്ര സുന്ദരേശൻ. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ മതപാഠശാലകളുടെ പ്രവർത്തനങ്ങളിൽ താങ്കളുടെ ഹർജിയിൽ ഒരു നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്താണ് ആ ഹർജിയിൽ പറയുന്ന സുപ്രധാനമായ കാര്യങ്ങൾ? ഹർജിയിൽ പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അതിന്റെ ആരംഭകാലം മുതൽ തന്നെ മതപാഠശാല നടത്തിക്കൊണ്ട് പോകുന്നതിന് പ്രത്യേക നിയമാവലി ഉണ്ടായിരുന്നു. നിയമാവലി മാത്രമല്ല, പതിറ്റാണ്ടുകളായിട്ട് ദേവസ്വം ബോർഡ് ബഡ്ജറ്റിൽ കോടിക്കണക്കിന് രൂപ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു രൂപ പോലും ചിലവഴിക്കുകയോ മതപാഠശാല പ്രവർത്തനം ഊർജിതമായി നടപ്പാക്കുന്നതിന് ഏതെങ്കിലും തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. തുടർന്ന് 2010 ശേഷമുള്ള ഞങ്ങളുടെയൊക്കെ ശക്തമായ ഇടപെടൽ കൊണ്ട് പരീക്ഷ നടത്തുവാനും കോർഡിനേറ്റർമാരെ നിയമിക്കുവാനും അതുപോലെ അധ്യാപകർക്ക് ഓണറിയം കൊടുക്കാനും ഒക്കെ ഇപ്പൊ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ബഡ്ജറ്റിൽ നിന്നുള്ള തുക ചിലവഴിക്കാതിരിക്കുന്നത് കൊണ്ട് അത് ചിലവഴിക്കണമെന്ന് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ആ തുക ലാപ്സായി പോകാതെ സംരക്ഷിക്കണം, പദ്ധതികൾ തയ്യാറാക്കി അത് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് നമ്മൾ ദേവസ്വം ബോർഡിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് അതിന് തയ്യാറായിരുന്നു മാത്രമല്ല, അന്ന് ശ്രീ പത്മകുമാർജിയൊക്കെ വളരെ ആക്ഷേപകരമായിട്ടാണ് ഞങ്ങളോടൊക്കെ ഇടപെട്ടത്. അദ്ദേഹം ഇതിനെയൊക്കെ വളരെ പരിഹസിച്ചയാളാണ്. അപ്പൊ അത്തരത്തില് പരിഹസിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ 2019 വേദാന്ത സംസ്കൃത മതപാഠശാല കോർഡിനേഷൻ കമ്മിറ്റി, അന്ന് അതിന്റെ കൾച്ചറൽ ഡയറക്ടർ ആയിരുന്നതിന്റെ ചെയർമാൻ ശ്രീമതി മണ്ണടി പൊന്നമ്മ ടീച്ചർ അതിന്റെ കോർഡിനേറ്ററും ഞാൻ അതിന്റെ ജനറൽ കൺവീനറുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടിയെടുത്ത് സനാതനധർമ്മ സംരക്ഷണ സമിതിയൊക്കെ ചേർന്നിട്ട് ഓംബുഡ്സ്മാൻ ഒരു പെറ്റീഷൻ കൊടുത്തു. ഓംബുഡ്സ്മാൻ ഇത് വ്യക്തമായി അന്വേഷിക്കുകയും ദേവസ്വം ബോർഡിൽ നിന്ന് മറുപടി ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ബഡ്ജറ്റിൽ വെക്കാനേ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള, ഞങ്ങൾക്ക് ഇത് ചെലവഴിക്കണം നിർബന്ധമൊന്നുമില്ല എന്ന ഒരു തരത്തിലെ പരിഹാസ്യമായ മറുപടിയാണ് കൊടുത്തത്. ഒടുവിൽ ഓംബുഡ്സ്മാൻ വളരെ കൃത്യമായിട്ട് അത് പഠിച്ച് അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അയക്കുകയും ഹൈക്കോടതി അത് സ്വമേധയാ കേസെടുത്തുകൊണ്ട് നടപ്പാക്കുകയും അതിന് ബഹുമാനപ്പെട്ട കൃഷ്ണരാജ് അഡ്വക്കേറ്റ് അവരുടെ ചുമതലപ്പെടുത്തി അദ്ദേഹം ആ കേസ് നിർവഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് കോടതിയിൽ നിന്നും ആ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്നും ആ ലാപ്സായി പോവാതെ ബഡ്ജറ്റ് തുക കൃത്യമായിട്ട് ആ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നും അതുകൂടാതെ ദേവസ്വം ബോർഡിന്റെ മതപാഠശാല പ്രവർത്തനം ഊർജിതമാക്കണമെന്നും സിലബസ് പരിഷ്കരിക്കണമെന്നും ആ സിലബസിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെ, ഒപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ കൂടി വെച്ചിരുന്നു, ശ്രീ ഒരു രാമചന്ദ്രൻ സാറിനെ വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത പ്രൊഫസർമാരെയും അതുപോലെ ചിന്മയ ഫൗണ്ടേഷന്റെ ആളുകളെയും അതുപോലെ കലാമണ്ഡലത്തിലെ ആളുകളെയും ഉചിതമായി മറ്റ് ഭഗവത്ഗീതയും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയാവുന്നവരെയൊക്കെ ഉൾപ്പെടുത്തി 7 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എടുക്കണമെന്നും സിലബസ് വളരെ ക്വാളിറ്റിയുള്ള സിലബസ് തയ്യാറാക്കി അത് പരമാവധി എല്ലാ ക്ഷേത്രങ്ങളിലും എത്രയും പെട്ടെന്ന് ക്ലാസുകൾ നടത്തുന്നതിനുള്ള പദ്ധതി ഒരുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് മതപാഠശാലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പണം ഇത്രയും കാലവും നമ്മുടെ ഹൈന്ദവ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന തുക സത്യത്തിൽ ദേവസ്വം ബോർഡുകൾ നഷ്ടമാക്കുമായിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ഇരുന്ന സമയത്താണ് ഇതിന് കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടായതും. 2017 ആദ്യത്തെ പരീക്ഷ നടക്കുന്നത്. ആ പരീക്ഷയുടെ ചെലവ് പോലും വഹിച്ചത് ഞാനാണ്. അതുപോലും ദേവസ്വം ബോർഡ് തന്നിട്ടില്ല. അതിലുപരി ആ പരീക്ഷ പേപ്പർ ഒന്ന് സ്വീകരിച്ച് വെക്കുന്നതിന് പോലും ദേവസ്വം ബോർഡ് സ്വീകരിച്ചില്ല. ഇപ്പോഴും ആ പരീക്ഷ പേപ്പർ എൻ്റെ വീട്ടിലിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ മതപാഠശാല ഇല്ലാതാക്കാൻ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ 8 വർഷമായി സ്ഥിരമായി വെച്ചിരിക്കുകയാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ സ്ഥിരമായി വെക്കില്ല. അതർ ഡ്യൂട്ടി വ്യവസ്ഥയിൽ ഒരു ബിനു എസ് നായർ എന്ന് പറയുന്ന ആളിനെ, നെയ്യാറ്റിൻകരയിലെ ആളാണ്, അദ്ദേഹത്തിനെ കൃത്യമായിട്ട് 8 വർഷമായിട്ട് അതേ കാര്യത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ ദേവസ്വം ബോർഡിൽ തന്നെ സംസ്കൃതത്തിൽ PhD ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരെയൊക്കെ ഏറ്റവും താണ തസ്തികയിൽ നിർത്തിയിരിക്കുക. അവരൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇത് ഊർജിതമാകുമായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് മതപാഠശാലയോട് വലിയ അനാസ്ഥ കാണിച്ചതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനൊരു കേസിന് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് വാസ്തവം. വളരെയധികം നന്ദി ശ്രീ മാത്ര സുന്ദരേശൻ, ഈ അവസരത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ ഹർജിയിൽ ഉള്ളത്. എന്തായാലും ഈ മതപാഠശാലകളുടെ പ്രവർത്തനങ്ങളിൽ കർശന ഇടപെടലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. മതപാഠശാലകൾക്കായി നീക്കിവെക്കുന്ന ബജറ്റ് വിഹിതം കൃത്യമായി വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ തുക പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം.